പാലക്കാട് ചെയ്യുന്നത്. ആഹാ, ശരി ശരി, കുഴപ്പമില്ല. ഇനിയുള്ള ഭാഗം ആദ്യ ഭാഗമില്ല. ഓക്കെ. ശരി ശരി. പിന്നെ പിന്നെ ഞാൻ ഒരിക്കലും എനിക്ക് ഇതുപോലെ ദർശനം കിട്ടിയിട്ടുണ്ട്. ദർശനം കിട്ടിയിരുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ടൈമാണ് കിട്ടിയത്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മറ്റേ വിഷ്ണുവിന്റെ മറ്റേ അവതാരമില്ലേ, സഹസ്രാവതാരം, മറ്റേ മൊത്തം ഇതായിട്ടുള്ളത്, മറ്റേ അർജുനന് കാണിച്ചു കൊടുത്ത മാതിരിയുള്ള വിശ്വരൂപം. അത് ശരിക്കും എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ആ സമയത്ത് എന്ന് വെച്ചാൽ അത് കുറച്ച് നേരത്തേക്കാണ്. എന്റെ ഇതെന്ന് വെച്ചാൽ എന്റെ കണ്ണിൽ നിന്ന് കുടുകുടുവാ വെള്ളം വരുന്നു, തൊണ്ട ഇടറുന്നു, ശരീരം മൊത്തമായിട്ട് വിറക്കാൻ തുടങ്ങിയത്. എനിക്ക് ലോകത്തിലൊന്നിനും ഒരു ഭയമില്ലാത്തൊരവസ്ഥയായി. അത് പക്ഷെങ്കിൽ വളരെ സെക്കൻഡ്, ഞാൻ തിരിച്ചറിഞ്ഞത് വളരെ സെക്കൻഡാണത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ആയുസ്സിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ചിന്തകൾ ഇങ്ങനത്തെ. പക്ഷെ എന്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു, സന്തോഷം കൊണ്ട് ശരീരം മുഴുവൻ വിറക്കുന്നുണ്ടായിരുന്നു. അതെന്താണ് അനുഭവം, എന്തെന്നാണത് ശരിക്കും വരുന്നത്? അത് നമ്മള് ഉപാസിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഉപാസന ചെയ്തിട്ടുണ്ടാവും. കാമജപോ അല്ലെങ്കിൽ കാമയാമോ എന്തെങ്കിലും സംഭവം ചെയ്യും. അതുപോലെ ചെയ്യാറുണ്ടായിരുന്നു ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ടാ. അങ്ങനെ ചെയ്യുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഊർജം, ചെറിയമായ ഊർജം ഉണരും, ഗുപ്താവസ്ഥയിൽ കിടക്കും. അത് ഉണരുമ്പോ നമ്മളുടെ സങ്കല്പം എന്താണോ ആ ഒരു സങ്കല്പത്തിൽ നമ്മളത് ദർശിക്കും. ഈ ഊർജത്തിന് രൂപം ആദിമമായ, അതിന് നമ്മളെ പല ഭാഷയിൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ദേവി, ഇങ്ങനെ പല ഭാഷയിൽ നമ്മൾ അത് ഓരോരോ സങ്കല്പമാണ്. ആ ഊർജത്തിന്, ആത്മമായ ആ ഊർജത്തിന്, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതെന്താണ് ആ ശക്തിക്ക് നമ്മൾ നൽകുന്ന സങ്കല്പവും അതിന് പേരുമാണ് അത് സ്വീകരിക്കും. ശരിക്കും ഞാൻ വിശ്വരൂപത്തിനെ ചിന്തിച്ചിട്ടായിരുന്നു ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ശക്തമായ ഭക്തിയിൽ ഊന്നി ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പിന്നെ ഇതിലായിട്ടുള്ള ഭക്തനൊന്നുമല്ല. ഞാൻ സയൻസ് പഠിച്ചതുകൊണ്ട് കുറച്ച് താത്വികമായ രീതിയിൽ പോകുന്നത് അതാണ്. പക്ഷെ ഭക്തി എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അത് അങ്ങനെ ഭക്തിയിൽ ചെയ്തപ്പോൾ അത് പെട്ടെന്ന് അതങ്ങനെ വരും. നമ്മളാണ് രൂപം കൊടുക്കുന്നത്. ഇപ്പോ ക്രൈസ്റ്റ് എന്നുള്ള രൂപത്തിൽ ആരാധിക്കുന്നവർക്ക് അത് ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടും. അത്രേ ഉള്ളൂ. ബുദ്ധൻ ആരാധിക്കുന്നവർക്ക് ബുദ്ധൻ ആയിരിക്കും. അപ്പോ അത് നമ്മളെ സങ്കല്പങ്ങളാണ്. നമ്മള് മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ദൃശ്യം കാണുന്നു. അത് കാണുന്നത് എങ്ങനെയാ വെച്ചാല് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അതിന്റെ സിഗ്നൽസ് ബ്രെയിനിലെത്തി, ബ്രെയിനിന്റെ ഒരു ഫാക്കൽറ്റി, സൂക്ഷ്മമായ ഒരു ഫാക്കൽറ്റി ഈ സിഗ്നൽസിനെ അപഗ്രഥിച്ച് പഴയ മെമ്മറി ആയിട്ട് തട്ടിച്ച് നോക്കിയിട്ട് ഇത് ഇന്നതാണ് എന്ന് നിഗമനത്തിലെത്തുന്നു. പ്രോസസ് നടക്കുന്നത്. അപ്പോൾ ഒരു യോഗി ധ്യാനിക്കുമ്പോൾ ഈ പുറത്തുനിന്ന് ഈ സിഗ്നൽസ് ഇല്ലെങ്കിലും നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആ ഫാക്കൽറ്റിയിലേക്ക് നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മളെ അതേ ഇമേജ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ സൂക്ഷ്മമായ ഫാക്കൽറ്റി അതിന് അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്നതാണോ നമ്മളുടെ ഉള്ളിലത്തെ സങ്കല്പത്തിന് കൊണ്ടാണോ ആ സിഗ്നൽ വരുന്നത്, അത് അവരറിയില്ല. ഈ ശരീരം പറക്കുന്നതും മറ്റേ അത് ഇത് മുഴുവൻ പറഞ്ഞില്ല. അപ്പോ നമ്മളുടെ ആ ഫാക്കൽറ്റി അത് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നൽ പോലെ ആയിട്ടാണ്, അത് പുറത്തുനിന്നാണ് വരുന്ന ആ സിഗ്നൽ. നമ്മളുടെ തന്നെ മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ നിന്നായാലും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആയാലും അതിനെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തുനിന്ന് വരുന്ന സിഗ്നലാണ്. അപ്പോ നമ്മുടെ മസ്തിഷ്കം ഇങ്ങനെ ഒരു റീഡിങ് എടുക്കും, അതായത് ഈ രൂപത്തെ ഞാൻ കാണുന്നു. അപ്പോ ആ യോഗി ആ രൂപത്തിൽ അവിടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ കാണുന്നത് മുഴുവൻ ഉള്ളിലാണല്ലോ. അപ്പൊ ഈ സിഗ്നലുകൾ നിരന്തരമായിട്ട് കിട്ടുമ്പോൾ ആ രൂപം നമ്മളുടെ ഉള്ളിൽ അത് കാണും. അപ്പൊ ഈ യോഗിക്ക് ആ രൂപം കാണുന്നതായിട്ട് തോന്നും, പ്രത്യക്ഷപ്പെട്ടതായിട്ട് തോന്നും. അപ്പൊ ഇതൊരു സൂക്ഷ്മമായ പ്രോസസ്സാണ്. വെച്ചാൽ സാധാരണ നിലയിൽ
ഒരു ദൃശ്യത്തിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ ബ്രെയിൻ തിരിച്ചറിഞ്ഞ ആ ദൃശ്യം കാണുന്നു. ഇവിടെ മനസ്സ് തന്നെ അതേ സിഗ്നലുകൾ ഉള്ളിലേക്ക് കൊടുക്കുന്നു, അത് കാണുന്നു. അവിടെ ആ വസ്തു ഇല്ല, ഇല്ല ഇല്ല. അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇല്ല, പക്ഷെ നമ്മളെ ഉള്ളിൽ നിന്ന് അത് കാണും. അതാണ് പറയുന്നത്, നമ്മുടെ സങ്കല്പങ്ങളിലാണ് നമ്മളാണ് ഈശ്വരന് രൂപം നൽകുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അതിന്റെ ഒരു സയൻസ്. അതാണ്. അപ്പോൾ എന്റെ ശരീരം തൊണ്ടയടങ്ങുന്നത് എനിക്ക് ലോകത്തിനെ പറ്റി ഒരു ഭയവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. പേടിയങ്ങനെ പോയി മുഴുവനായിട്ട് നമ്മുടെ ഓരോ കാര്യത്തിനുള്ള പേടികളിലായി. അതൊക്കെ ഒരു നിമിഷം അതെന്താ വെച്ചാൽ എക്സ്പ്രസ് നമ്മൾ ആ പുതിയ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ സിഗ്നൽ വർക്കാവുന്നത്. അത് എന്ന് വെച്ചാല് യോഗം, പരമോന്നതമായ യോഗാവസ്ഥ ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയതാണ്. അതിന്റെ സിഗ്നൽ മാത്രമാണല്ലേ? അത് നിങ്ങൾ രൂപം കണ്ടത് നിങ്ങൾ കൊടുത്ത സിഗ്നൽ, പക്ഷെ ആ രൂപം കാണാനുണ്ടായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് യോഗാവസ്ഥയിലാണ്. ഉന്നതമായ യോഗാവസ്ഥ ഒരു നിമിഷത്തേക്ക് സംഭവിച്ചപ്പോഴാണ് നിങ്ങൾ കാണുന്നത്. അത് നിങ്ങളുടെ നാഡികളിലൂടെ ഉള്ള ഊർജപ്രവാഹം അതിന്റെ പരമാവധിയിലെത്തിയ ഒരു നിമിഷമാണ്. ആ നിമിഷത്തിൽ നിങ്ങളത് ദർശിക്കുന്നു. മനസ്സിലായി? അപ്പൊ അതാണ് യോഗം എന്നുള്ള അവസ്ഥ. അത് ശാശ്വതമായിട്ട് കിട്ടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അത് ശാശ്വതമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണത്. അത് കുറെ കാലത്തേക്ക് അത് ചിന്തിക്കുമ്പോൾ തന്നെ എന്റെ തൊണ്ട ഇങ്ങനെ ഇടറുമായിരുന്നു. ശരിക്കും ശരീരം വറക്കാൻ തുടങ്ങുമായിരുന്നു ആ അവസ്ഥ ചിന്തിക്കുമ്പോൾ. ശരിക്കും വിശ്വരൂപം തന്നെയാണ് ഞാൻ കണ്ടത്. ആ സമയത്ത് അനുഭവിച്ച എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതാണ് യോഗി. അതിലേക്ക് എത്തും. നിങ്ങൾക്ക് അതിന്റെ ഒരു നൈമിഷിക ദർശനം കിട്ടിയത് തന്നെ കാരണം നിങ്ങൾ ആ വഴിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. എനർജി നിങ്ങളിൽ അത് ട്രാക്കിലൂടെ ഓപ്പണായി വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ ധൈര്യമായിട്ട് ആ പ്രോസസ്സിൽ തന്നെ തുടർന്നാൽ എനിക്ക് കിട്ടുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ സമർപ്പണത്തിനനുസരിച്ചാണ്. അതിനുശേഷം ഞാൻ ഇത് വിട്ടു കുറച്ചു കാലത്ത്. അതാണ് മനസ്സിലായി. ഗുരുജിയുടെ ഇത് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ രണ്ടാമത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങുമ്പോൾ ഇപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്റെ മൂക്കിന്റെ മറ്റേ നമ്മുടെ അണ്ണാക്കില്ലേ, അണ്ണാക്കിന് എന്തോ നമുക്കൊരു വെള്ളം പോലെ ഇറങ്ങുന്നതായിട്ട് തോന്നും. പക്ഷെ അത് തൊണ്ടേന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല. ഞാൻ ഇറക്കാൻ ശ്രമിക്കുന്നത് അതങ്ങനെ കിട്ടും. അത് പുറത്തേക്ക് കിട്ടുന്നതാണ്. അതാണ് ഈ അമൃതം എന്ന് പറയുന്നത്. പീനിയൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ, ഹാപ്പിനെസ് ഹോർമോൺ. അത് പക്ഷെ എനിക്ക് കുടിക്കാൻ കിട്ടുന്നില്ല. അത് തൊണ്ടയിലേക്ക് ഇറക്കുമ്പോൾ അത് ആ നാഡികളിലൂടെ താഴേക്ക് ഒഴുകാണ്. അത് നമുക്ക് തൊണ്ടയിൽ അതിന്റെ രുചി അറിയാം, പക്ഷെ നമുക്കത് എടുക്കാൻ കിട്ടും. തൊണ്ടയിലെന്തോ തടയുന്നത് മാതിരി ഉണ്ട്, പക്ഷെ അതിന് താഴോട്ട് പോകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. താഴേക്ക് പോകും, അത് നാഡികളിലൂടെ താഴേക്ക് പോകും. അപ്പൊ അതിന്റെ രുചി നമുക്കറിയാം തൊണ്ടയിലൂടെ. പക്ഷെ നമുക്ക് കുപ്പിക്കളയാനോ പുറത്തേക്ക് എടുക്കാനോ കിട്ടുന്ന രീതിയിലല്ല. ഒന്നും പറ്റുന്നില്ല. പറ്റില്ല, അത് പറ്റില്ല. അത് വായിലൂടെ അല്ല, അത് നാടിയിലൂടെയാണ് ഒഴുകുന്നത്. പണ്ട് മുതലേ പറയാൻ സുഹൃത്ത് ബന്ധങ്ങളൊന്നും അറിയില്ല. ഞാനെപ്പോഴും കാടും കടലിനെയും സ്നേഹിക്കുമ്പോഴായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷനാണ് കാടും കടലും. അതാണ് നല്ല മനോഹരമായ സ്ഥലങ്ങൾ, കാടിൻ്റെതും അതിന്റെ ഇതും. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ അത് ഈ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ യോഗം പരിശീലിച്ച് ഒരു ലെവലിലെത്തിയ ഒരു ആത്മാവാണ്. അത് അതിന്റെ പ്രോസസ്സ് പൂർത്തീകരിക്കാൻ വേണ്ടി അടുത്തൊരു ജന്മം എടുക്കും. നമ്മളെ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ ഈ ജന്മത്തിൽ പോയി സ്റ്റാർട്ട് ചെയ്യും. അപ്പോ ഇതൊക്കെ ജീനുകളിലുണ്ട്. ജീനുകളിൽ ഇതെല്ലാം കോഡഡാണ്. അപ്പോ ആ ജീനുകളോട് കൂടിയിട്ടാണ്, അതാണ് നമ്മൾ ഈ ആത്മാവ് എന്ന് പറയുന്നത്. അതൊരു കോഡിംഗ് ആണ്. നമ്മളൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും, ആൻഡ്രോയിഡ് വെർഷൻ 6, 7 എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ, അതുപോലെ ഒരു പ്രോഗ്രാമാണ്. ആത്മാവ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം.
അത് നമ്മളൊരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യലാണ് ജന്മം. ഇപ്പോ ഈ ജന്മത്തിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ അവിടുന്ന് അത് വർക്ക് ചെയ്യും, ഓപ്പറേഷൻ തുടങ്ങും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനില്ലേ? തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് പോവും. അത് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാലും വേണ്ടാന്ന് വിചാരിച്ചാലും ഒന്നും അത് നിൽക്കില്ല. ആ സമയത്ത് ഓരോ സമയത്തും അതുമായി ബന്ധപ്പെട്ട അറിവുകളും നിർദ്ദേശങ്ങളും ജീവിത സന്ദർഭങ്ങളും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് അത് നമ്മൾ അതിലേക്ക് ഒന്ന് വീഴും, അത് തുടരും. ഇപ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ ഇത് ഞാൻ എപ്പോഴും ഈ ആത്മീയതയുടെ ഇതുമായിട്ട് എപ്പോഴും എനിക്ക് പോകണം ആ എർജ് നിങ്ങളുടെ ഉള്ളിലാണ് കിടക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിസ്സഹായരാണെന്ന് പറഞ്ഞത്. അത് അവിടേക്ക് എത്തും. പക്ഷേ ഇതില് വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ നമുക്ക് അങ്ങനത്തെ പിന്നെ ഇത് കാണല് അമിതമായിട്ട് നിർമ്മലത കാണും. പക്ഷെ അതിന് കണ്ടിന്യൂസ് കോൺസ്റ്റന്റ് ആയിട്ട് കാണുന്നില്ല. ഈ എനർജി ഇങ്ങനെ കൊണ്ടുവന്ന് എനർജി പോകുമ്പോൾ കഴിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ അതിന് വേറെ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും എനിക്ക് കാണാൻ കണ്ടിട്ടാണ്. അവരുടെ എക്സ്പീരിയൻസ്, അവര് നിൽക്കുന്നിടത്തല്ല നിങ്ങൾ. ഓരോ ആളുകളും ഓരോ ലെവലിലാണ്. അവരുടെയാണ്, നിങ്ങൾ നിങ്ങളുടെയാണ്. എല്ലാവരും ഒരു സ്റ്റേജിലാണ്. ഒരാളുടെ ഇതാണ് അനുഭവങ്ങൾ അല്ലാതെ പുറത്ത് പറഞ്ഞതാണെന്ന് പറയുന്ന കാരണം വേറൊന്നും കൊണ്ടുവരണം. ഇതിലൊക്കെ യുണീക്ക് ആയിട്ടുള്ള അനുഭവങ്ങളായതുകൊണ്ട് വേറൊരാളുടെ അനുഭവം കേട്ടിട്ട് നമ്മൾ അത് പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ നിരാശരാകും, അല്ലെങ്കിൽ നിങ്ങളുടെ വഴി ശരിയല്ലേ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങളെ യാത്ര മുടങ്ങും. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയവർക്ക് അത് കേൾക്കാം. എന്താ വെച്ചാല് ഓരോരുത്തരുടെയും വഴി യുണീക്കാണെന്ന് ആ മനസ്സിലാക്കൽ വേണം. അപ്പോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സാധന തുടരുക എന്നത് മാത്രമാണ് ഒരു മനുഷ്യന് കരണീയമായിട്ടുള്ളത്. പക്ഷേങ്കിൽ എനിക്ക് ഇപ്പോഴും സംശയം എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ എനിക്ക് വന്നാൽ എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തതിലും കൂടുതലുള്ള ഒരു അവസ്ഥയായിരുന്നു. ശരീരം എന്തോ വൈബ്രേറ്റ് ആയിട്ട് അത് അങ്ങനെ യോഗ കൂടി ചെയ്യണം. ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ്, അത് ശാരീരികമായും മാനസികമായിട്ടും നമ്മൾ എപ്പോഴും ഈ ശക്തിയെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് താങ്ങാൻ കഴിയും. അപ്പൊ അതിനാണ് എപ്പോഴും ഒരു ഗുരുവിന്റെ നിർദ്ദേശങ്ങളും വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, അല്ല വേറൊന്നും കൊണ്ടല്ല. ഞാനിപ്പോൾ നാട്ടിലില്ല. നാട്ടിൽ എപ്പോഴെങ്കിലും എനിക്ക് ഒരു 3-4 വർഷത്തേക്ക് വരാനും കഴിയില്ല. വന്നു കഴിഞ്ഞാൽ ഗുരുവിനെ നേരിട്ട് കാണാൻ കഴിയും എനിക്ക്. അത് എന്നെ തന്നെ കാണണമെന്നൊന്നുമില്ല. എനിക്കുള്ള ഒരാള് അത് അങ്ങേരിലേക്ക് നിങ്ങളെത്തും. ആവാം വേറൊരാളാണ്. അവിടേക്ക് നിർത്തും അല്ലേ? അവിടേക്ക് എത്തുള്ളൂ, വേറെ എവിടേക്ക് എത്തും. അങ്ങനത്തെ ഒരാള് വേണ്ട സമയത്ത് നിങ്ങളിലേക്ക് എത്തും, അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് എത്തും. അതൊക്കെ ഈ യൂണിവേഴ്സ് അതൊക്കെ ഒരു അതിലൊന്നും ഒരു സംശയമില്ല. അർഹതയാവുമ്പോൾ ആ സമയമാകുമ്പോൾ എല്ലാം യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്കല്ലേ? അതേ കഴിയുള്ളൂ. അങ്ങനെ എന്റെ ശരീരത്തിന് പിന്നെ താങ്ങാൻ പറ്റാത്ത സംഭവിച്ചു. അങ്ങനെ ചിലർ പറയുന്നുണ്ട് കുണ്ടലിനെ ഉണർന്നു കഴിഞ്ഞാൽ ശരീരത്തിന് വേറെ എന്തോ മനുഷ്യന്മാരെ ഭ്രാന്തായി പോകും, അങ്ങനത്തെ അവസ്ഥയൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് അതിനുള്ള തയ്യാറാവാതെ നിങ്ങൾ അതിന് തയ്യാറാവും. അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ അണ്ടർസ്റ്റാൻഡിങ്ങും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, ഗൈഡൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് അതിന് സ്വീകാര്യക്ഷമത അതിനോട് കോപ്പപ്പ് ചെയ്യാൻ കഴിയും. ഇല്ലാതെ വരുമ്പോഴാണ് അപ്പൊ അതൊന്നും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഗുരുജിയുടെ ബുക്കിൽ ഇതിനെ പറ്റിയിട്ട് എല്ലാം ഉണ്ടല്ലോ. അതാണ് ഞാൻ ഒന്ന് വായിക്കാന്ന് പറയുന്നത്. കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം ആകെ മാറും അത് വായിക്കുന്നത്. ശരി ശരി. ഓക്കെ ഗുരുജി, നമസ്കാരം. യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവ കൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ
9895610455 എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക. വില 250 രൂപ.